അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പോൾ എല്ലാവരും തന്നെ ഹൈക്കോർട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രീവിയസ് ഇയർ GK ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ കോൾഡ് പഴശ്ശിരാജ ആസ് ലയൺ ഓഫ് കേരള. അപ്പോൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് കിടക്കുന്ന കാണാം അല്ലെ? ക്വസ്റ്റ്യൻ മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് എന്താണ്? ഹൂ കോൾഡ് പഴശ്ശിരാജ ആസ് ലയൺ ഓഫ് കേരള. പഴശ്ശിരാജയെ ലയൺ ഓഫ് കേരള എന്ന് വിളിച്ചത് ആരാണ്? അങ്ങനെ പറഞ്ഞത് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? നമുക്കറിയാം ആരാണ്? സർദാർ KM പണിക്കർ ആണ് അല്ലെ? അപ്പൊ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ ആണ്. അപ്പൊ ഹൂ കോൾഡ് പഴശ്ശിരാജ ആസ് ലയൺ ഓഫ് കേരള ആരാണ്? നമ്മുടെ സർദാർ KM പണിക്കർ. ഓക്കെ, അപ്പോ നമ്മുടെ പഴശ്ശി വിപ്ലവം ഒക്കെ നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പോ ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്താണ്? രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്താണ്? അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ആയിരുന്നു? 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. അപ്പോ രണ്ടാം പഴശ്ശി വിപ്ലവം എന്താണ്? 1800 മുതൽ 1805 വരെയാണ്. 1805 പഴശ്ശിരാജ മരണമടഞ്ഞതിനെ തുടർന്ന് എന്താണ്? രണ്ടാം പഴശ്ശി വിപ്ലവം അവസാനിച്ചു അല്ലെ? അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയാണെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1802 വരെയാണ്. അപ്പോ ഈ പഴശ്ശിരാജയ്ക്ക് കുറെ വിശേഷണങ്ങളുണ്ട്, നമ്മുടെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഏതൊക്കെ പേരിലാണ് പഴശ്ശിരാജ? പുരളിശെമ്മൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? പഴശ്ശിരാജാവിനെയാണ്. അതുപോലെ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരെയാണ്? പഴശ്ശിരാജാവിനെയാണ്. അപ്പൊ പഴശ്ശിരാജാവ് അറിയപ്പെടുന്ന പേരുകളാണ് പൈച്ചി രാജ, പുരളിശെമ്മൻ, കെട്ടിയോട്ട് രാജ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജാവാണ് അല്ലെ? അപ്പോ ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ഈ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ കുറെ നികുതി പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അതായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണമാണ്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. അപ്പോ രണ്ടാമത് വിപ്ലവം നടന്നു അല്ലെ? പഴശ്ശി വിപ്ലവം നടന്നു. രണ്ടാം വിപ്ലവത്തിന്റെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചെടുത്താണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം. അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്, ഈ പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? കണ്ണൂരിലെ പുരളിമലയാണ് പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോ ഈ പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തില് സഹായിച്ചത് ഒരു ആദിവാസി വിഭാഗമായിരുന്നു. ഏതാണത്? കുറിച്യരാണ് അല്ലെ? പഴശ്ശി രാജാവെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഹെൽപ്പ് ചെയ്തത് ആദിവാസി വിഭാഗമാണ് കുറിച്യറിന്റെ നേതാവ് ആരായിരുന്നു? ഇതിന്റെ നേതാവ് തലക്കൽ ചന്തു ആണ് കേട്ടോ. തലക്കൽ ചന്തു ആയിരുന്നു ആ കുറിച്യരുടെ ആദിവാസി വിഭാഗത്തിന്റെ നേതാവ്. പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗമായ കുറിച്യരുടെ തലവനാണ് തലക്കൽ ചന്തു. അതുപോലെ തന്നെ ഈ പഴശ്ശിരാജാവുമായിട്ടുള്ള യുദ്ധത്തില് ആ ബ്രിട്ടീഷുകാർ ആർതർ വെല്ലസ്ലി എന്ത് ചെയ്തു? ഒരു സേനയെ രൂപീകരിച്ചു. ആ സേനയുടെ പേരെന്താന്ന് ചോദിച്ചാൽ ഏതാണ്? കോൽക്കർ കേട്ടോ. അപ്പൊ പഴശ്ശിരാജയുമായിട്ടുള്ള യുദ്ധത്തില് പഴശ്ശിരാജയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച ആ ഒരു ബ്രിട്ടീഷ് സേന, ആ ഒരു പോലീസ് സേനയുടെ പേരാണ് കോൽക്കർ. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ പഴശ്ശിരാജ മരണമടഞ്ഞത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1805 1805 നവംബർ 30 നമ്മുടെ പഴശ്ശിരാജ മരണമടയുന്നത്. ഓക്കെ, എവിടെയാണ്? വയനാട്ടിലാണ്. വയനാട്ടിലെ മാവിലൻ തോട്ടിൽ വെച്ചാണ് പഴശ്ശിരാജ എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ എന്ത് ചെയ്യുന്നത്? മരണമടയുന്നത്. ഓക്കെ, ഇത്രയുമാണ് പഴശ്ശിരാജാവിനെ കുറിച്ച് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾ എല്ലാവരും തന്നെ എന്താണ്? PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെ? അപ്പോൾ ഓഫർ പ്രൈസിൽ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റിയാലോ? അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ഒരു ഓണത്തിന് കലക്കൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ PSC കോഴ്സുകൾക്കും ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ്.
അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആ കോഴ്സിന്റെ പ്രൈസ്, ഏതിനൊക്കെയാണ് ഓഫർ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു ഫോമിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ 8590202323 എന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ഓഫർ പ്രൈസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് മെമ്പർ കൺട്രി ജോയിൻ ദ UNO ഈസ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. UNOയിൽ ജോയിൻ ചെയ്ത ലാസ്റ്റ് കൺട്രി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഏതാണ്, സൗത്ത് സുഡാൻ ആണ് അല്ലെ. ഏത് രാജ്യമാണ്, സൗത്ത് സുഡാൻ ആണ്. 2011 സൗത്ത് സുഡാൻ എന്താണ് UNOയിൽ അംഗമായത്. അപ്പൊ UNOയിൽ അംഗമായ ലാസ്റ്റ് കൺട്രി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, ലാസ്റ്റ് മെമ്പർ കൺട്രി ആരാണ്, സൗത്ത് സുഡാൻ ആണ്. ഓക്കെ, അപ്പോൾ 2011 സൗത്ത് സുഡാൻ UNOയിൽ അംഗമായത്. അപ്പോ UNOയുടെ രൂപീകരണത്തിന് കാരണമായത് ഒരു ചാർട്ടർ ആണ് അല്ലെ. നമുക്കറിയാം ഏത് ചാർട്ടർ ആണ്, അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. അപ്പൊ അറ്റ്ലാന്റിക് ചാർട്ടറിൽ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച വർഷം ഏത് വർഷമാണ്, 1941 ഓഗസ്റ്റ് 14 ഓക്കെ, അപ്പോ ആരൊക്കെയാണ് ഒപ്പുവെച്ചത്, അമേരിക്കയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയ FD റൂസ്വെൽറ്റും അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലുമാണ് അറ്റ്ലാന്റിക് ചാർട്ടർ രൂപീകരിക്കാൻ കാരണമായതും അവർ തന്നെയാണ് ഒപ്പുവെച്ചേക്ക് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ UNO സ്ഥാപിതമായത് ഏത് വർഷമാണ്, UNO രൂപീകൃതമായത് 1945 ഒക്ടോബർ 24 UNO രൂപീകൃതമായത്. ഓക്കെ, അപ്പോ UNOയുടെ ആസ്ഥാനം ചോദിച്ചാൽ ഏതാണ്, UNOയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപിലാണ്. UNOയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപാണ്. യൂറോപ്പിലെ ആസ്ഥാനം ചോദിച്ചാൽ ഏതാണ്, യൂറോപ്പിലെ ആസ്ഥാനം ജനീവയാണ്. യൂറോപ്പിലെ ആസ്ഥാനം. UNOയുടെ ആപ്തവാക്യം എന്താണ്, ഇത് നിങ്ങളുടെ ലോകം, ഇതാണ് UNOയുടെ ആപ്തവാക്യം. അപ്പോ UN പതാക ഏത് വർഷമാണ് വന്നത്, 1947 ഒക്ടോബർ 20 UN പതാക വന്നത്. ഓക്കെ, അപ്പൊ UN പതാക നിലവിൽ വന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1947 ഒക്ടോബർ 20 UN പതാക നിലവിൽ വന്നത്. ഓക്കെ, അതുപോലെ തന്നെ UN ചാർട്ടറിൽ നമ്മുടെ ഇന്ത്യ ഒപ്പുവെച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്, 1945 ജൂൺ 26 അല്ലെ. അപ്പൊ UN ചാർട്ടറിൽ ഇന്ത്യ ഒപ്പുവെച്ച വർഷം 1945 ജൂൺ 26 ഇന്ത്യ ഔദ്യോഗികമായ അംഗമായത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്, ഒക്ടോബർ 30 ഇന്ത്യ ഔദ്യോഗികമായിട്ട് അംഗമായത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരായിരുന്നു, രാമസ്വാമി മുതലിയാർ ആണ്. ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാർ ആണ്. ഇപ്പൊ എത്ര രാജ്യങ്ങളുണ്ട്, 193 രാജ്യങ്ങളുണ്ട് അല്ലെ. UNOയിൽ എത്ര രാജ്യങ്ങളുണ്ട്, UNOയിൽ അംഗങ്ങൾ എത്രയാണ്, 193 അംഗരാജ്യങ്ങളാണ് UNOയിൽ ഉള്ളത്. ഓക്കെ, അപ്പോ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് അതിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പോ നിങ്ങൾക്ക് കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ എക്സാമിനെ പറ്റി. ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷൈജു സാറ് ഒരു ഫ്രീ വെബിനാറുമായിട്ട് സെപ്റ്റംബർ 12 നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പൊ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് അവിടെ ഷൈജു സാറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ നമ്മുടെ ഈ വെബിനാറിൽ രജിസ്റ്റർ ചെയ്ത് എല്ലാവരും നമ്മുടെ ഒരു വെബിനാറിൽ പങ്കെടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, UNOയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്, അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാനാണ്. അതുപോലെ UNOയിൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്, തായ്വാൻ ആണ് ഏഷ്യൻ രാജ്യം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് UNOയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്തത് നോക്കാം. ഹൗ മെനി ടൈംസ് ഗാന്ധിജി വിസിറ്റഡ് കേരള. ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്, നമുക്കറിയാം. എത്ര പ്രാവശ്യം ഗാന്ധിജി വന്നിട്ടുണ്ട്, 5 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ. എത്ര പ്രാവശ്യമാണ്, 5 പ്രാവശ്യമാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത്. എത്ര പ്രാവശ്യമാണ്, 5 പ്രാവശ്യമാണ്. അപ്പൊ ഗാന്ധിജി കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് ഏത് വർഷം എന്നാണ്, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. അതിനുശേഷം ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളത്തിൽ വരുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1925 മാർച്ച് 28 ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളത്തിൽ വരുന്നത്. മൂന്നാമതായിട്ട് കേരളത്തിൽ വരുന്നത് 1927 ഒക്ടോബർ 9 ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, മൂന്നാമതായിട്ട് കേരളത്തിൽ വരുന്നത്. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ തെക്കേ ഇന്ത്യൻ പര്യടനവുമായിട്ട്. ഗാന്ധിജിയുടെ തെക്കേ ഇന്ത്യൻ പര്യടനത്തിനായാണ് ഗാന്ധിജി
മൂന്നാമതായിട്ട് കേരളത്തിൽ വരുന്നത്. അതുപോലെ നാലാമതായിട്ട് കേരളത്തിൽ വരുന്നത് എപ്പോഴാണ്? 1934 ജനുവരി 10-നാണ് നാലാമതായിട്ട് ഗാന്ധിജി കേരളത്തിൽ വരുന്നത്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഹരിജൻ ഫണ്ട് കേട്ടോ. ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായിട്ടാണ് ഗാന്ധിജി നാലാമതായിട്ട് കേരളത്തിൽ വരുന്നത്. ഇനി അഞ്ചാമതായിട്ട് ഗാന്ധിജി കേരളത്തിൽ വരുന്നത് എന്തിനാണ്? ഏത് വർഷമാണ്? 1937 ജനുവരി 13-നാണ് അഞ്ചാമതായിട്ട് ഗാന്ധിജി കേരളത്തിൽ വരുന്നത്. അപ്പൊ ആ ഒരു വർഷം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനായിരിക്കും ഗാന്ധിജി വന്നത്. നമ്മുടെ ക്ഷേത്ര പ്രവേശനത്തോടനുബന്ധിച്ചാണ് അഞ്ചാമതായിട്ട് ഗാന്ധിജി കേരളത്തിൽ വരുന്നത്. അപ്പൊ ഗാന്ധിജി 5 പ്രാവശ്യമാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്? ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്ങിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരെയാണ്? എം വിശ്വേശ്വരയ്യയാണ് അല്ലെ. എം വിശ്വേശ്വരയ്യയാണ് ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്. ആരാണ്? എം വിശ്വേശ്വരയ്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് പറയുന്ന വിശ്വേശ്വരയ്യ ആണെങ്കിൽ ശില്പി എന്ന് പറയുന്ന ആരെയാണ്? പി സി മഹലനോബിസിനെയാണ് അല്ലെ. പി സി മഹലനോബിസ് ആണ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിശ്വേശ്വരയ്യ ആണെങ്കിൽ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? പി സി മഹലനോബിസിനെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മേഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്? ഏതിലാണ്? വിച്ച് അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മേഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഏതിലാണ്? നമുക്കറിയാം ഏതിലാണ്? 86th അമെൻഡ്മെന്റ് ആണ് അല്ലെ. ഏത് അമെൻഡ്മെന്റിലാണ്? 86ാമത്തെ അമെൻഡ്മെന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹു വെർ ദ ഫസ്റ്റ് യൂറോപ്യൻ ടു സ്റ്റാർട്ട് ട്രേഡ് വിത്ത് ഇന്ത്യ? നമ്മൾ ഇതിന് തന്നിരിക്കുന്ന ഏതാണ്? നമ്മുടെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്താ പഠിക്കുന്നത്? ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയ വിദേശി ആരാന്ന് ചോദിച്ചാൽ അറബികളാന്ന് പഠിക്കുക അല്ലെ. എന്നാൽ കടൽ മാർഗം ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയ വിദേശി ആരെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പൊ ഇത് നോക്ക്, ഹു വെർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു സ്റ്റാർട്ട് ട്രേഡ് വിത്ത് ഇന്ത്യ? ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? പോർച്ചുഗീസ് ആണ് കേട്ടോ, പോർച്ചുഗീസ്. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് എ ജഡ്ജ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്? എത്ര വർഷമാണ് ആ ജഡ്ജിയുടെ കാലാവധി വരുന്നത്? എത്ര വർഷമാണ് വരുന്നത്? 9 years ആണ് അല്ലെ. കാലാവധി എത്ര വർഷം വരും? 9 years ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? 11-ാം തീയതിയാണ് അല്ലെ. നവംബർ 11 11th നവംബർ ആണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസം. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് ഈ നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ ഒരു കാരണം ഉണ്ടല്ലോ. എന്താണ് സംഭവം? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇന്ത്യ ഓൺ നവംബർ അല്ലെ. നവംബർ എന്നാണ്? 11-ാം തീയതിയാണ്. എന്തായിരുന്നു? ആരുടെ ബർത്ത് ആണ്? ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണെന്ന്? നമ്മുടെ ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് 11 നവംബർ 11. ഓക്കെ, അപ്പൊ ആരാണ് അദ്ദേഹം? മൗലാന അബ്ദുൽ കലാം ആസാദ് ആരാണ്? ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് നവംബർ 11. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് നവംബർ 11 സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൂസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വാസ് അഷ്ടപ്രധാൻ? നമ്മുടെ ഇന്ത്യ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻ ആണ്. അഷ്ടപ്രധാൻ ആരുടേതാണ്? അഷ്ടപ്രധാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരുടെയാണ്? ശിവജി ആണ് അല്ലെ. അഷ്ടപ്രധാന്റെ ആളാരാണ്? ശിവജി ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ, ഹൂസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ വാസ് അഷ്ടപ്രധാൻ? ആരാണ്? ഇതിന്റെ ആൻസർ ശിവജിയുടെ ആണ്. ഓക്കെ, അപ്പോ ഇതെല്ലാം എന്താണ്? ഇത് ഹൈക്കോർട്ട് ഒഴുകി ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഈ മോഡൽ ക്വസ്റ്റ്യൻ കണ്ടോ? ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ അടുത്ത എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതാണ് എല്ലാത്തിനും ചോദിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ഒന്നും വലുതായിട്ട് വന്നിട്ടില്ല. ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഓണ ഓഫർ ഉണ്ട്. അപ്പൊ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹൈക്കോർട്ട് OA എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സിലബസിനെ കുറിച്ചാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ ഫ്രീ വെബിനാറുമായിട്ട് നമ്മുടെ ഷൈജു സാർ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വെബിനാർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മളെ ഇതിൽ രജിസ്റ്റർ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതിൽ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ അല്ലെ. ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് അടുത്ത എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ കൂടുതൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ മാത്രമേ നമുക്ക് അത്യാവശ്യം എല്ലാ ടോപ്പിക്കിൽ നിന്നും നമ്മുടെ GK ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓരോ ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുവാണ്. നമുക്ക് ഫ്രീ വെബിനാറുമായിട്ട് ആര് വരുന്നുണ്ട്? ഷൈജു സാർ വരുന്നുണ്ട്.
ഹൈക്കോർട്ട് OA എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സിലബസിനെ കുറിച്ചും കുറേ ഡൗട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്, അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഷൈജു സാർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ആ വെബിനാറിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഓൺ ഓഫർ ആ ഒരു എല്ലാ PSC കോഴ്സസിനും ഉള്ള ആ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും വേറെ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക്